ഓരോരുത്തരും ഇത്രയും കാലത്തിനിടയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പ്രയാസത്തെക്കുറിച്ച് ഓർത്തു നോക്കി. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ഏതാണെന്നൊന്ന് ഓർത്തു നോക്കുക. ഞാൻ എൻ്റെ മകൻ മരണപ്പെട്ട ദിവസം ഓർക്ക്, ഷാബാൻ 24. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പല്ലേ ഒരു മനുഷ്യന്. എന്നിട്ട് വീണ്ടും പ്രയാസമാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ്, 6 മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കണം. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും, അതായത് ഒരു വേദന കൊടുത്ത ഒരു മനുഷ്യനെ വീണ്ടും കുറച്ചുകൂടി അങ്ങോട്ട് വേദനിപ്പിക്കണം അല്ലാഹു. അങ്ങനെ പരമാവധി ചെയ്യും. ഇപ്പൊ ഞാൻ ആ ദിവസത്തെ ഓർക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള, ഇപ്പൊ സഫീർ മന്നാനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവനായ ഉമ്മയെ കുറിച്ച് പറയും. ഉമ്മ മരിച്ചതാണ് ബാക്കവി, സഹിക്കാൻ പറ്റും. ഒരുപാട് ഉമ്മമാര് കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ആളുകളുടെ മലവും മൂത്രവും കൂരിയിട്ടുണ്ടാവാം. പക്ഷെ ഉമ്മ വിട പറഞ്ഞ നിമിഷം എൻ്റെ ജീവിതത്തിലെ എന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞൊരു ദിവസമാണ്. അതുപോലെ ഓരോരുത്തർക്കുണ്ടാവും ജീവിതത്തിൽ ഏറ്റവും അള്ളാഹു തന്ന ഏറ്റവും വലിയ മനസ്സ് പിടിച്ചിട്ട് കിട്ടാത്ത ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും. അതൊക്കെ ദുനിയാവിനോടൊരു ചെറിയ കണക്ഷൻ ഉണ്ടാവും. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിഷ്കളങ്കമായി ജീവിച്ചതിന് വേണ്ടി അള്ളാഹു ഇതുവരെ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറയപ്പെട്ട ഞാൻ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹുവിന്റെ ചരിത്രം മുതൽ തുടങ്ങി ആ സ്വഹാബികളൊക്കെ അനുഭവിച്ചതിന്റെ കോടാനുകോടിയിൽ ഒരു അംശം അള്ളാഹിന്റെ ദീനിന് വേണ്ടി നമ്മൾ അനുഭവിച്ചിട്ടില്ല. പടച്ചവന് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ മക്കളെ മരിപ്പിക്കുന്നുണ്ടാവും, രോഗം തന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് വലുത്. മറ്റവർക്ക് രോഗമൊന്നുമില്ല, അതൊരു പരീക്ഷണമായിട്ട് ഒരു കണക്കാക്കണില്ല. നമുക്കിതാണ് വലുത്. പക്ഷെ ഇതിനെ നമ്മളിങ്ങനെ തലയിൽ പിടിച്ച് അല്ലാ നീ എനിക്ക് അങ്ങനെ തന്നല്ല റബ്ബേ എന്ന് പറയാൻ പാടില്ല. പരമാവധി അൽഹംദുലില്ലാ നിങ്ങൾക്ക് പറയാൻ സാധ്യമാകുമെങ്കിൽ അവിടെ അല്ലാഹു നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യമാണ്. യമാമാ യുദ്ധത്തിന്റെ സമയം കുടല് പുറത്തുവിട്ട് വീണ ഒരു മനുഷ്യൻ, വയറ്റിൽ നിന്ന് കുടല് പുറത്തേക്ക് ചാടിപ്പോയ ഒരു മനുഷ്യൻ യമാമാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുമ്പോ വഴിയിൽ കാണുന്നവരോട് പറയുന്നു ഉമ്മ ഇലയ്യ മിൻഹു, അത് നിങ്ങളൊന്ന് നിന്നിട്ട് എന്റെ വയറ്റിലേക്ക് എടുത്ത് വെച്ചു തരുവോ? അതൊന്ന് വയറ്റിലേക്കൊന്ന് അതിങ്ങനെ പുറത്തു കിടക്കുമ്പോ ഞാൻ വല്ലാതെ പ്രതിസന്ധിയിലായി പോകുന്നു എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ മനുഷ്യന് അല്ലാഹുവിന് കൊടുക്കുന്ന സ്നേഹം എത്രയാണ്! ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹുവിനോടുള്ള മഹബത്ത് എത്രയാണ്! ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കരുണക്കടലായ പടച്ച റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ കണക്കെത്രയാണ്! ഒരിക്കലും ഞാനും നിങ്ങളും പറഞ്ഞാ തീരില്ല, എഴുതിയാ തീരില്ല, പ്രസംഗിച്ചാ തീരില്ല. അത്രത്തോളം യജമാനനായ പടച്ച റബ്ബിനെ ഹൃദയത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 30 വർഷം രോഗം പിടിച്ചിട്ട് ഒരേ കിടപ്പായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഞാനിപ്പോ തിരുവനന്തപുരത്ത് VJT ഹാളില് സമസ്തയുടെ SOSന്റെ ഒരു ജനജാഗരണ യാത്രയുണ്ട്. അതിന്റെ സമാപനത്തിന് 4 മണിക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് തലകാണിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ. മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് 2:30 ട്രെയിനിൽ കൊച്ചുവേളിയിൽ ഇറങ്ങി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. 40 വർഷം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ഉസ്താദാണ് ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്. ആരുടെയും താജ് സാഹിബിനൊക്കെ ഈ വടക്ക് ഭാഗത്തുള്ള ഉസ്താദുമാരോടൊക്കെ വലിയ ബന്ധവും സ്നേഹവുമാണ്. അത് വേറെ സംഘടനയെന്നുള്ളതല്ല. ആലിമീങ്ങൾ, സഹോദരങ്ങൾ, ഉസ്താദുമാര്, പണ്ഡിതന്മാര്, അവരെ ദഅവത്ത്, അവരെ പ്രസംഗം, അവരെ ഖിദ്മത്ത്, അങ്ങനെ നിഷ്പക്ഷമായ ഒരു സ്നേഹം. ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അള്ളാഹുവിന്റെ ദീന് നിഷ്കളങ്കമായി, ഒരാളെ കുറ്റപ്പെടുത്താതെ, ഒന്നും പറയാതെ, ഒന്നിനും നിൽക്കാതെ എത്ര സ്നേഹത്തോടുകൂടി കഴിയേണ്ട ഒരു മനുഷ്യൻ 40 വർഷം കൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നു. ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, അസ്വസ്ഥതകളുണ്ട്. 2-3 ആളും പിടിച്ചൊക്കെ സ്റ്റേജിൽ കയറുന്നു, ഇറങ്ങി വരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ. അപ്പൊ ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, കരുണക്കടലായ പടച്ച റബ്ബ് അള്ളാഹുവിനോട് 30 വർഷം മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ച് കിടന്നിട്ട് ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞില്ല. റബ്ബേ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ, പറഞ്ഞില്ല. ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞു. എന്തൊരു മനസ്സാണ് സഹോദരിമാരെ! ഈമാനിന്റെ പരിപൂർണത എന്ന് പറയൂലേ, അതാണ് ഈമാനിന്റെ പരിപൂർണത. ഒരു പരാതിയും ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്തെന്നറിയോ? മല്ലം യർള ബിഖലായി വയസ്ബിറു അലാ ബലായി ഫൽയൽതമിസ് റബ്ബൻ സിവായ.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള ഹദീസാണെന്ന് എന്റെ വെമ്പായത്തെ കനിവിന്റെ സരസിൽ വന്ന് പ്രിയപ്പെട്ടവര് തിരിച്ചറിയണേ. മല്ലം യർദബി ഖലായി, എന്റെ അല്ലാഹു പറയുകയാണ് മുത്തുനബിയോട്, നബിയേ എന്റെ വിധിയെ തൃപ്തിപ്പെടാത്തവരാരാ? വയസ്ബിറു അലാ ബലായി, ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുക്കുമ്പോ, ഒരു രോഗം കൊടുക്കുമ്പോ അതിൽ ക്ഷമിക്കാത്തവരാരാ? ഫൽയൽതമിസ് റബ്ബൻ സിവായാ, ഞാനല്ലാത്ത വേറെ റബ്ബിനെ അവർ അന്വേഷിച്ചു കൊള്ളട്ടെ. അവര് വേറെ റബ്ബിനെ പോയി നോക്കട്ടെ, ഞാൻ അവരുടെ കൂടെ കൂട്ടില്ല നബിയേ എന്ന് അല്ലാഹു പറയാം. 4 മക്കളെ പ്രസവിച്ച ഒരു സഹോദരി ഉണ്ട് കൊല്ലത്ത്. 4 മക്കളും മരിച്ചുപോയി. ഒരു കുഞ്ഞിന്റെ നാവിൽ നിന്ന് പോലും ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആ സഹോദരിക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്തില്ല. അവർ ആത്മഹത്യ ചെയ്തില്ല, അവർ തഹജ്ജുദ് മുടക്കിയില്ല. അവർ ഈ റമളാൻ വന്നപ്പോ എന്റെ 4 മക്കളെ മരിപ്പിച്ചവനല്ലേ, അതുകൊണ്ട് ഞാൻ ഈ നോമ്പ് പിടിക്കണില്ല എന്ന് അവർ അള്ളാഹിനോട് പറഞ്ഞില്ല. നമുക്ക് ചെറിയ ഒരു ക്ഷീണം വരുമ്പോഴത്തേക്ക് സുബഹിയില്ല, നമ്മൾ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി. നമ്മൾ അള്ളാഹുവിന്റെ സർവ്വകാര്യങ്ങളെയും ഒഴിവാക്കി, അള്ളാഹുവിന്റെ സർവ്വകാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അത്ഭുതകരമായ മുകളിലൂടെയും പറന്നു പോകാനുള്ള ചിറകുകൾ മുളപ്പിക്കുന്ന ഒരു ഫലം അല്ലാഹു ഈ മജ്ലിസിലൂടെ നമുക്ക് തരട്ടെ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു യാത്ര പോയി, ദീർഘദൂരമായ യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായാൽ അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായി യാത്രയിൽ തന്നെ മിക്കവാറും മരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നാട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മയോട് ഈ വിഷമം എങ്ങനെ പറയുമെന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര സ്നേഹമാണ് ഉമ്മയും ഈ പ്രിയപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തിയും തമ്മിൽ. ഉമ്മയോട് എങ്ങനെ പറയുമെന്നത് അദ്ദേഹത്തിന് വലിയ ചോദ്യചിഹ്നമാണ്. ഏതു മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഉമ്മ അറിഞ്ഞാൽ മനസ്സ് വെന്തിങ്ങനെ ഉരുകും, സഹിക്കാൻ കഴിയൂല. എത്ര പ്രയാസം ഉണ്ടെന്നറിഞ്ഞാലും, എത്ര വലിയ മനക്കെട്ടിയുള്ള ഉമ്മയാണെങ്കിലും തന്റെ മകനൊരു പ്രയാസമുണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി, മകൻ ഹോസ്പിറ്റലിലാണ് എന്നൊരു ഉമ്മ അറിഞ്ഞാൽ അല്ലാഹുവേ, ആ ഉമ്മയുടെ മനസ്സിങ്ങനെ വെന്തു നീറാൻ തുടങ്ങും. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് വലിയ രോഗമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോ എങ്ങനെയാണ് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഈ വിവരം പറയുന്നത്? ഒരു കത്തെഴുതുകയാണ് പ്രിയപ്പെട്ട ഉമ്മാക്ക്. അടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഉമ്മാക്ക് കത്തുകൊണ്ട് കൊടുക്കാനും പറയുകയാണ്. ആ കത്തിനകത്തെഴുതുന്നു, ഉമ്മാ, ഇന്നുവരെ ഒരു വിഷമവും അനുഭവിച്ചിട്ടില്ലാത്ത 100 ആളുകളെ വിളിച്ചിട്ട് ഉമ്മ ഒരു നേരം വീട്ടിൽ ഭക്ഷണം കൊടുക്കണമെന്ന് ദുൽഖർനൈൻ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കത്തെഴുതുകയാണ്. കത്ത് കിട്ടി. പ്രിയപ്പെട്ട മാതാവ് സന്തോഷത്തോടെ സമ്മതിച്ചു. എന്നിട്ട് സദ്യയുടെ ഭക്ഷണം കൊടുക്കലിന്റെ ദിവസം തീരുമാനിച്ചു. ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇതുവരെ ഒരു വിഷമവും തരാത്ത ആരെങ്കിലും ഈ വീട്ടിനകത്തുണ്ടോ? എന്റെ വീട്ടിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഭക്ഷണ സൽക്കാരം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ നടന്ന് രാവിലെ മുതൽ രാത്രി വരെ നടന്ന് ക്ഷീണിച്ചതല്ലാതെ ആരെയും കിട്ടിയില്ല. എല്ലാവരും വേദനകൾ അനുഭവിച്ചവരാണ്, എല്ലാവരും വിഷമങ്ങൾ അനുഭവിച്ചവരാണ്, എല്ലാവരും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവര് മാത്രമാണ്. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ഉമ്മ ഇത് മനസ്സിലാക്കി മടങ്ങിയെത്തിയപ്പോ ചിന്തിച്ചു, അല്ലാഹുവേ, എന്റെ മകനെന്തോ വിഷമം വന്നിട്ടുണ്ട്. ആ വിഷമം എന്നോട് പറയുന്ന പ്രയാസം കരുതിയിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വിഷമമുണ്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവനത് ചെയ്തത് എന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി ആ പ്രിയപ്പെട്ട കത്തിൽ അവസാനം എഴുതുന്നു, ഖലമുൽ ഖലായി ജറാബി കുല്ലി മുകവ്വനി യാ സാഹിബൽ ഇഹ്സാനി മാദാ തഹ്സനൂ. നിന്റെ ജീവിതത്തിന്റെ ഖലാഅ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യാ സാഹിബൽ ഇഹ്സാൻ, ദുഃഖിച്ചുകൊണ്ട് നടക്കുന്നവരെ, മാദാ തഹ്സനു, നിങ്ങൾ ദുഃഖിച്ചതുകൊണ്ട് അല്ലാഹു അത് മാറ്റാൻ പോണില്ല. നിങ്ങൾക്കൊരു സാധനം തരാൻ വേണ്ടി അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്.
നിങ്ങൾ ടെൻഷൻ അടിച്ചു ദുഃഖിച്ചു ഭക്ഷണം കഴിക്കാതെ കിടന്നതുകൊണ്ട് അള്ള തരാൻ പോകുന്ന സാധനം പടച്ചോ മാറ്റിവെക്കുന്നില്ല. അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. ഇങ്കാന സഖ്തുക ലൈസ യജ്രിബു റാഹത്താ ഫറിളാക ബിൽ വൽവാ അഹഖു വ അഹ്സനൂ. അതുകൊണ്ട് നിന്റെ ദേഷ്യവും നിന്റെ പട്ടിണിയും കൊണ്ട് നിനക്ക് വന്ന ദുഃഖത്തിനൊരു ക്ഷമനമില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അത് തന്നതിനെ പൊരുത്തപ്പെട്ട് ക്ഷമിക്കലല്ലേ. ദുൽഖർനൈനെ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്.